നേതാക്കന്മാരുടെ പ്രസംഗ രീതികളും പുതിയ സംഭവങ്ങളും ഒന്നുമില്ല. അതായത് ഈ പുതിയ ജൻസിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്ക രീതിയിലല്ല. എന്നിപ്പോൾ ചെന്നൈയിലൊക്കെ അതൊരു പ്രശ്നമായിരുന്നു. കാര്യം വിജയ് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നു, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലായില്ല. ഇവിടുത്തെ ചില നേതാക്കന്മാരും പ്രസംഗിക്കുന്നത് എനിക്ക് തോന്നുന്നു 60കളിലും 70കളിലും 80കളിലും നമ്മൾ കണ്ട പ്രസംഗത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. നമുക്കൊക്കെ ഈ പ്രായമായതുകൊണ്ട് നമ്മളിവിടെ എല്ലാം പ്രസംഗം കുറേ കേട്ടാണത്. അപ്പോൾ അത് എനിക്കൊന്ന് പുതിയ ചെറുപ്പക്കാരികളിലും തൊഴിലില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനീഷ് എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത്? എന്തായിരിക്കും ജനീഷിൻ്റെ മനസ്സ്? ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ചെറിയ ഉത്തരവാദിത്വമല്ലല്ലോ. പോകുമ്പോഴേ ആലോചിക്കണമല്ലോ ഇതൊക്കെ. അല്ല, പൊതുവിൽ പിന്നെ എല്ലാവരും പറയും ജെൻസി തലമുറയ്ക്ക് വളരെ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. പക്ഷേ അവർക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടല്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം അവതരിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നൊരു പോരായ്മയാണ് പലപ്പോഴും അവരും തമ്മിലുള്ള ഒരു ഡിസ്കണക്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി വിഭാഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് UDF അപ്പോൾ ഞാൻ ഉൾപ്പെടെ അത് ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ്. അതിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ എനിക്കത് വളരെ പ്രകടമായി തോന്നിയ ഒരു കാര്യം കൂടിയാണ്. കാരണം കുറേ കൂടിയൊക്കെ അവരുമായി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ പിന്നെ രണ്ട് അവതരണ രീതികളൊക്കെ തമ്മിൽ സ്വാഭാവികമായിട്ട് ഒരു താരതമ്യം ചെയ്യുമല്ലോ. ആ താരതമ്യം നടക്കുമ്പോഴൊക്കെ UDF നേതാക്കന്മാർ സംസാരിക്കുന്നതും പറയുന്ന രീതികളും പിന്നെ പൊതുവിൽ ആളുകളോട് സംസാരിക്കുന്ന രീതി, ഇപ്പോൾ പുതിയ തലമുറയൊന്നും വല്ലാതെ ക്ഷുഭിതരായി പെരുമാറുന്ന നേതാക്കന്മാരെയൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഈ തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റമൊന്നും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊന്നും ഉൾക്കൊള്ളുന്ന പോലും ഉണ്ടാവില്ല. അവരെല്ലാം ആഗ്രഹിക്കുന്നതൊക്കെ കുറേ കൂടി അവർക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ലീഡർഷിപ്പുകൾ വരണം തന്നെയാണ്.